കോടാലിയിൽ തൃശ്ശൂരിൽ ഉറങ്ങിക്കിടക്കവേ പാമ്പ് കടിയേറ്റ് വെള്ളിക്കെട്ടൻ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ വീടിൻ്റെ തറ പൊളിച്ച് പരിശോധന നടത്തുകയാണ്. അവിടെ അതിനുശേഷവും പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന, കൂടുതൽ പാമ്പുകൾ അവിടെ ഉണ്ടാകുമെന്ന സംശയത്തിലാണ്. MS ലിഷോയ് അവിടെയുണ്ട്. ലിഷോയ്, വനപ്രദേശത്തു നിന്ന് അധികം ദൂരമില്ലാത്ത സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിഷപ്പാമ്പുകളുടെ സാന്നിധ്യമുണ്ട് എന്ന സൂചന ഉണ്ടായിരുന്നു. കാരണം കുട്ടിയുടെ മരണത്തിന് ശേഷം വീട്ടു പരിസരത്ത് നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്? ഇപ്പോൾ വീടിൻ്റെ ബാത്റൂമിൻ്റെ വെള്ളം പോകുന്ന ആ വഴിയിലൂടെയാണ് അകത്തേക്ക് പാമ്പ് കയറിയതെന്നുള്ളൊരു സംശയമാണ് ഉണ്ടായിരുന്നത്. കാരണം അതേ കിടപ്പുമുറിയിൽ തന്നെ വീണ്ടും പലതവണ പാമ്പിനെ കണ്ടിരുന്നു. ഇതിപ്പോൾ 5ാം തവണയാണ് ഇന്നലെ അർദ്ധരാത്രി പാമ്പിനെ കാണുന്നത്. അത്തരത്തിൽ പല തവണ പാമ്പിനെ കണ്ട സാഹചര്യത്തിലാണ് വനംവകുപ്പിൻ്റെ പരിശോധന. ആദ്യഘട്ടത്തിൽ കുട്ടിയുടെ മരണശേഷം, സംസ്കാരത്തിന് ശേഷം ഇവിടെ പരിശോധനകളൊക്കെ തന്നെ നടന്നിരുന്നെങ്കിൽ പോലും പിന്നീട് പാമ്പിനെ കണ്ടെത്തിയിരുന്നില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഒറ്റ ദിവസം മാത്രം 2 പാമ്പുകളെയാണ് ഇവിടെ കണ്ടെത്തിയത്. അതായത് അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇവിടെ പുരോഗമിക്കുക. ഇപ്പം വീണ്ടും ഇത് കാണുന്നു. നമ്മുടെ തറയുടെ ഉള്ളിലായിരിക്കുള്ളൂ എഗ് ചെയ്തുണ്ടാവുക. അത് ഓരോ ടൈമായിട്ട് പിരിഞ്ഞിറങ്ങി പോണതാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളായിട്ട് കിട്ടിയത് ഈ ബെഡ്റൂമിനോട് ചേർന്നു ബാത്റൂമിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇവിടെ പൊളിച്ചു നോക്കുന്നത്. ഇതിലായിരിക്കും അതിന്റെ പ്രസൻസ് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ഒരു 90% സാധ്യത. ഇതിപ്പോ ഒരേ വലിപ്പത്തിലുള്ള പാമ്പുകൾ തന്നെയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു? അതെ. ഒരു മുട്ടയുടെ ആണെങ്കിൽ ആ ഒരു എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നല്ല ആരോഗ്യമുള്ള പാമ്പാണെങ്കിൽ ഏകദേശം ഒരു 15 എഗ് വരെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 8 to 10 എന്നുള്ള രീതിയിലൊക്കെ. ചെറിയ പാമ്പുകൾ മാത്രമല്ല, അപ്പോൾ വലിയ പാമ്പും ഉണ്ടാവില്ലേ? അതിന്റെ ഒരു ഉണ്ടാവില്ല. മുട്ടയിട്ട ശേഷം അത് പോവും, ശേഷം തള്ളം മാറി പോകാറാണ് പതിവ്. ഇതിപ്പം ഇതിലൂടെ അകത്തേക്ക് കയറാൻ അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. ഫ്ലോർ ട്രാപ്പ് ഉണ്ടല്ലോ, ഫ്ലോർ ട്രാപ്പിന്റെ സൈഡിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പൊ തറയിൽ വിരിഞ്ഞ എഗ് അതിന്റെ ഉള്ളിൽ കൂടെ പോണതാണ് ആയിരിക്കും. അപ്പൊ ഇനിയും ഇത് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? കൂടുതൽ പാമ്പുകൾ വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞ പാമ്പ് മിക്കവാറും കരിങ്കല് കെട്ട്, മാട്ടങ്ങളുടെ ഉള്ളിൽ, അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലാണ് കൂടുതൽ മുട്ടയിടാറ്. ഇതിപ്പോ രാത്രി കാണുമെന്ന് വെച്ചാൽ ഈ പാമ്പ് രാത്രിയാണ് ഒന്ന് ആക്റ്റീവ് ആവണ പാമ്പ്. ഇര പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രിയാണ് പോണത്. അതുകൊണ്ടാണ് രാത്രി കാണുന്നത്. അപ്പം അതാണ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കല്ലിന് ഉള്ളിൽ എത്തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ് എന്തായാലും ഈ സർപ്പ വളണ്ടിയർമാരും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധനയൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശോധനയാണ് കാണുന്നത്. സർപ്പ വോളണ്ടിയർമാരുമുണ്ട്. ബാത്റൂമിൻ്റെ തറ പൊളിച്ച് അവിടെ പാമ്പിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. വെള്ളിക്കെട്ടൻ പാമ്പാണ് അവിടെ ആ കുഞ്ഞിനെ കടിച്ചത്. അപ്പോൾ ആ പാമ്പിൻ്റെ മുട്ട, പാമ്പിൻ കുഞ്ഞുങ്ങൾ തുടങ്ങിയ സാധ്യതയോ സാഹചര്യമോ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പരിശോധനയുടെ ലക്ഷ്യം. തറ പൊളിച്ച് പരിശോധിക്കുകയാണ്. അൽജോ എന്ന പിഞ്ചു കുഞ്ഞിൻ്റെ മരണം നാടിൻ്റെ ആകെ വേദനയായതാണ്. സഹോദരൻ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഏക ആശ്വാസം. ലിഷോയ്, ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ സമയത്ത് പോലും പാമ്പിൻ്റെ സാന്നിധ്യം എന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീട്ടുകാർക്ക് ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? ഒപ്പം അൽജോയുടെ സഹോദരൻ്റെ നില മെച്ചപ്പെട്ടു വരികയുമാണല്ലോ. തീർച്ചയായും അൽജോയുടെ സഹോദരന്റെ നില മെച്ചപ്പെട്ട് വരികയാണ്. വീട്ടുകാർക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഉള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് ഈ തുടർച്ചയായി ഇത്തരത്തിൽ പാമ്പിനെ കണ്ടെത്തുന്നതാണ്. ചേട്ടൻ ഈ ഭാഗത്തുള്ള ആളാണ്. അപ്പൊ ഇതിപ്പം വീണ്ടും വീടിനകത്ത് തന്നെ കാണുന്നു. വീണ്ടും ഈ അകത്തുനിന്നൊരു തന്നെ ഒരു 4 പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഒരു വൈകിട്ട് 7:30 എല്ലാ ദിവസവും ഏകദേശം ഈ സമയത്ത് തന്നെയാണ് പാമ്പ് വരുന്നത്. ഏകദേശം ഈ സമയത്ത് തന്നെയാണ് പാമ്പ് കിട്ടുന്നത്. ഇന്നലെ 7:30 കിട്ടി. അത് കഴിഞ്ഞ് ഇവർ വന്നിരുന്നു, സർപ്പ ടീം വന്നിരുന്നു. ഇവിടെ എല്ലാതും തെളിച്ചും ഈ ടെർമിനേറ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ സിൽജോ ഇവിടുത്തെ തുടർച്ചയായി പാമ്പുകളെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ആ വീട്ടിലെ അവസ്ഥ. ആ വീടിനകത്ത് വിശദമായ പരിശോധന നടത്തുകയാണ്. എന്നും ഒരേ സമയത്താണ് ആ പാമ്പുകളെ കാണുന്നത് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾക്കിപ്പോ ഇതിപ്പോ
ഈ വീടിൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ഇവിടുത്തെ ഒരു നാടിൻ്റെ ആശങ്കയായി മാറിക്കണത്. ഇതിനൊരു പരിഹാരം നമുക്ക് എന്തായാലും ഉണ്ടായേ പറ്റില്ല, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അതിന് വീടിൻ്റെ മാത്രമല്ല നാടിൻ്റെ ആകെ ആശങ്കയാണ് എന്ന് പറയുന്നു. ഒരു വീട്ടിൽ ഇത്രയധികം പാമ്പുകൾ എന്നുള്ളത് ഭീതിജനകമായ ഒരവസ്ഥയാണ്. ആ വീട്ടിലെ ഒരു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് ദാരുണമായി മരിച്ചു. പറക്കമുറ്റാത്ത ഒരു കുഞ്ഞാണ്. സഹോദരൻ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ ആ വീട്ടിൽ താമസിക്കും എന്നുള്ളതൊരു വലിയ ആശങ്കയാണ്. തൃശ്ശൂർ കോടാലിയിൽ ഇങ്ങനെ നിരന്തരം പാമ്പുകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. പാമ്പുകളുടെ സാന്നിധ്യം നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല.